നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ യൂട്യൂബിൽ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, പക്ഷെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിന്റെ CTR കുറിച്ച് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി എത്ര കഷ്ടപ്പെട്ട് എത്ര ക്വാളിറ്റി കണ്ടന്റ് അപ്ലോഡ് ചെയ്തെന്ന് പറഞ്ഞാലും നിങ്ങളുടെ വീഡിയോകളിലേക്ക് വ്യൂ വരത്തില്ല, റീച്ച് വരത്തില്ല, എൻഗേജ്മെന്റ് വരത്തില്ല, സബ്സ്ക്രൈബേഴ്സ് വരത്തില്ല, വാച്ച് ടൈം വരത്തില്ല, ഒന്നും വരത്തില്ല. അതായത് നമ്മുടെ വീഡിയോകൾ എത്ര നല്ലതാണെങ്കിലും നമ്മൾ ആ വീഡിയോയിലേക്ക് ഒരാളെ എത്തിച്ചെങ്കിൽ മാത്രമേ അവർ ആ വീഡിയോ കാണത്തുള്ളൂ. നല്ലതാണോ അല്ലയോ എന്ന് തീരുമാനിക്കണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഓപ്പൺ ആക്കി കാണണം. അപ്പോൾ ഈ ഓപ്പൺ ആക്കി കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ CTR കൂടണം. അപ്പോൾ എങ്ങനെയാണ് CTR കൂട്ടുന്നത്, എന്താണ് CTR എന്നുള്ള കാര്യം ഇന്നത്തെ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാം. തീർച്ചയായിട്ടും വീഡിയോ യൂസ്ഫുൾ ആവും. അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തതിനു ശേഷം തുറന്ന് കാണുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റുകളായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ, ആദ്യം നമുക്ക് എന്താണ് CTR എന്ന് നോക്കാം. CTR എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട് എന്താണ് ഇംപ്രഷൻ എന്നുള്ളതുടൊന്ന് മനസ്സിലാക്കണം. നമുക്കറിയാം യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ഇപ്പം സബ്സ്ക്രൈബേഴ്സ് കുറവാണെങ്കിൽ പോലും, ഇപ്പം ഒരു സബ്സ്ക്രൈബർ ഇല്ലെങ്കിൽ പോലും നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിന്റെ സൈഡിൽ നിന്ന് ആ വീഡിയോ ഒന്ന് പ്രൊമോട്ട് ചെയ്യും. അതായത് യൂട്യൂബ് ഇംപ്രഷൻസ് കൊടുക്കും. കുറച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ യൂട്യൂബ് ആപ്പ് ഒക്കെ ഓപ്പൺ ആക്കുമ്പോൾ അതിന്റെ ഹോം പേജിൽ കുറേ വീഡിയോകളുടെ തമ്പനയിൽസ് ഇങ്ങനെ കാണാൻ സാധിക്കത്തില്ലേ. അപ്പോൾ ഇതാണ് യൂട്യൂബിന്റെ ഇംപ്രഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ യൂട്യൂബ് ആപ്പും അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നിന്നൊക്കെ കാണുന്ന എല്ലാവരിലേക്കും ഇതേപോലെ ആ വീഡിയോകളുടെ തമ്പനയിലും ടൈറ്റിലും യൂട്യൂബ് ഇംപ്രഷൻ ആയിട്ട് കൊടുക്കും. അപ്പോൾ ഈ ഇംപ്രഷനെയാണ് പിന്നീട് CTR ആയിട്ട് കൺവേർട്ട് ആകുന്നത്. അതായത് ഇപ്പം നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു, യൂട്യൂബ് ആ വീഡിയോയുടെ ഒരു 100 ഇംപ്രഷൻ പല ആളുകൾക്കായി ഇട്ട് കൊടുത്തു. അപ്പോൾ അതിൽ ഒരു 10 പേര് ആ വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് അത് വാച്ച് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പം അതിന്റെ ക്ലിക്ക് ത്രൂ റേറ്റ് CTR എന്ന് പറയുന്നത് 10% ആയിട്ടുണ്ട്. അതായത് 100ൽ 10% ആ വീഡിയോ വാച്ച് ചെയ്തു. ഇനി 1000 പേരിലേക്ക് ആ ഇംപ്രഷൻ കൊടുത്തു, ഒരു 100 പേര് വാച്ച് ചെയ്താലും അവിടെയും 10% ആണ്. ഇനി അത് 150 ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പെർസെൻറ്റേജ് കൂടിയും കുറഞ്ഞും ഇരിക്കും. അപ്പൊ ഈ ഒരു CTRന്റെ പെർസെൻറ്റേജ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മളെ വീഡിയോയുടെ തമ്പനയിലും ടൈറ്റിലും കണ്ട് ആളുകൾ അതിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ ക്ലിക്ക് കൂടുന്നതിനനുസരിച്ച് എന്താണ് സംഭവിക്കുക, നമ്മുടെ വീഡിയോകളിൽ കൂടുതൽ വ്യൂ വരുന്നു. പക്ഷെങ്കിൽ പലപ്പോഴും ചില വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുടനെ ചിലപ്പോൾ CTR ഭയങ്കര കൂടുതലായിരിക്കും. ഒരു ചിലപ്പോൾ 10, 15, 16 അങ്ങനെയൊക്കെ CTR കാണും. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ആ CTR പതുക്കെ കുറഞ്ഞ് അങ്ങ് ഡൗൺ ആയിട്ട് പോകും. അതായത് യൂട്യൂബ് നമ്മളൊരു വീഡിയോയുടെ ഇംപ്രഷൻ ഒരാളുടെ മുമ്പിലേക്ക് കൊടുക്കുമ്പോൾ ആ വീഡിയോയുടെ ടൈറ്റിലും തമ്പനയിലുമാണ് ആദ്യം കാണാൻ സാധിക്കുന്നത്. അപ്പം നമ്മൾ ഈ ടൈറ്റിലും തമ്പനയിലും ഇംപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ക്ലിക്ക് വരികയും അതിലൂടെ നമ്മുടെ വീഡിയോ കൂടുതൽ ഗ്രോത്തിലേക്ക് പോവുകയും ചെയ്യും എന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് കറക്റ്റാണ്. ഇവിടെ ഒരു കാര്യം കൂടി എനിക്ക് ആഡ് ചെയ്യാനുള്ളത്, നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ ടൈറ്റിലും തമ്പനയിലും നമ്മൾ സെറ്റാക്കി വൃത്തിയായിട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. പക്ഷേ അതിൻ്റെ ടോപ്പിക്ക് ശരിയല്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന കണ്ടന്റ് ശരിയല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം നല്ല ടൈറ്റിലും തമ്പനയിലും ആണെങ്കിൽ പോലും അവിടെ CTR കൂടത്തില്ല, ആളുകൾ ക്ലിക്ക് ചെയ്യത്തില്ല. ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കണ്ടന്റുകളുണ്ട്, ആളുകൾ ഈ തമ്പനയിലോ അല്ലെങ്കിൽ ടൈറ്റിലോ ഒന്നും നോക്കാതെ തന്നെ അതിൽ ക്ലിക്ക് ചെയ്യും. ചില ടോപ്പിക്കുകളുണ്ട്. ഇപ്പം നിങ്ങൾ ഒരു പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന മൂവിയുടെ റിലീസ് ആകാൻ പോകുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രൊമോഷൻസും അപ്ഡേറ്റുകളും ഇങ്ങനെ യൂട്യൂബിലൂടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ അപ്ഡേറ്റുകളിൽ ഇതിന്റെ തമ്പനയിൽസ് ഒന്നും കണ്ടിട്ടില്ല സാധാരണ ആളുകൾ ഈ വീഡിയോ ഓപ്പൺ ആക്കുന്നത്. ആ ഒരു ടോപ്പിക്ക് എന്താണ്, അതിലെന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് ഓപ്പൺ ആക്കുന്നത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരുപാട് വീഡിയോകൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. എല്ലാവരും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഓപ്പൺ ആക്കി നോക്കും. ഞാൻ അതിന്റെ തമ്പനയിലോ അല്ലെങ്കിൽ അതിന്റെ ടൈറ്റിലോ ഒന്നും നോക്കുന്നില്ല. ആ മലൈക്കോട്ടെ വാലിബൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഞാനത് ഓപ്പൺ ആക്കും, വാച്ച് ചെയ്യും. അങ്ങനെയാണ് ഞാൻ വീഡിയോയിൽ ഇപ്പം കാണുന്നത്. കാരണം ആ ഒരു ടൈമിൽ ആ ഒരു ടോപ്പിക്കിനാണ് വാല്യൂ. അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വീഡിയോയുടെ തമ്പനയിലും ടൈറ്റിലിനും അപ്പുറത്തേക്ക് നമ്മുടെ ടോപ്പിക് എന്താണോ അതിനനുസരിച്ചൂടെ നമ്മുടെ വീഡിയോയിൽ ക്ലിക്ക് വരത്തുള്ളൂ. ചില കണ്ടന്റുകളുണ്ട്, ഇപ്പോൾ ഒരു ഗ്രീൻ കണ്ടന്റ്, ആ വീഡിയോകൾ ആളുകളുടെ മുമ്പിൽ ചിലവരത് ചെയ്യത്തില്ല. നല്ല തമ്പനയിലാണ്, ആവശ്യമില്ലാത്ത ടോപ്പിക്കാണ് ചെയ്യത്തില്ല. അങ്ങനെയുള്ള കണ്ടന്റുകൾ ചില സാഹചര്യത്തിൽ സെർച്ചിലൂടെ വീഡിയോയിലേക്ക് വ്യൂ വരാൻ സാധ്യതയുണ്ട്. ചിലപ്പം ഒരു മാസം അല്ല 2 മാസം 3 മാസം കഴിയുമ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ആളുകൾ സെർച്ച് ചെയ്ത് വരുമ്പോൾ നമ്മുടെ തമ്പനയിൽ കണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ആ വീഡിയോകളിലേക്ക് വ്യൂ വരും. ഈ CTR കൂട്ടി നമ്മൾ ഈ തമ്പനയിൽസും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തു നമ്മുടെ വീഡിയോ വൈറലായി എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഈ CTR എന്ന് പറയുന്ന സംഭവം അല്ലെങ്കിൽ തമ്പനയിൽ എന്ന് പറയുന്ന സംഭവം നമ്മുടെ വീഡിയോയിലേക്ക് ഒരാളെ കൊണ്ടുവരുന്ന അതിൻ്റെ ഒരു ഡോറായിട്ട് അങ്ങ് കണ്ടാൽ മതി. ക്ലിക്ക് ചെയ്യിപ്പിക്കാനുള്ള ഡോറാണ് ഈ തമ്പനയിൽ എന്ന് പറയുന്നത്. ഇത് തുറന്ന് അകത്ത് കയറി കഴിയുമ്പോൾ ഇതിനകത്ത് എന്താണ് സംഭവം കൊടുത്തിരിക്കുന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഈ വീഡിയോയുടെ മുമ്പോട്ടുള്ള പോക്ക്. വീഡിയോയുടെ എൻഗേജ്മെന്റ് എങ്ങനെയാണ്, ലൈക്കും കമന്റും ചെയ്യുന്നുണ്ടോ, ആളുകൾ എൻഗേജ് ആവുന്നുണ്ടോ, വീഡിയോ എത്രയും വാച്ച് ചെയ്യുന്നുണ്ട്, ആവറേജ് വ്യൂ ഡ്യൂറേഷൻ എത്രയും വരുന്നുണ്ട്, ഷെയർ എത്രയും വരുന്നുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെ യൂട്യൂബ് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് റെക്കമെൻഡ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് യൂട്യൂബ് തീരുമാനിക്കുക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പം നല്ല CTR കിട്ടുന്ന
പറ്റുന്ന രീതിയിലുള്ള തമ്പനയിൽ ക്രിയേറ്റ് ചെയ്യുക. 1-2 തമ്പനയിൽ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യുക. ഒരു തമ്പനയിൽ വർക്കൗട്ട് ആയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത തമ്പനയിൽ ഇട്ട് നോക്കുക. അതും വർക്കൗട്ട് ആകുന്നില്ലെങ്കിൽ അടുത്ത തമ്പനയിൽ ഇട്ട് നോക്കുക. യൂട്യൂബിൽ ഓൾറെഡി ഇങ്ങനൊരു പുതിയ അപ്ഡേറ്റൂടെ വരാൻ പോകുന്നുണ്ട്. നമുക്ക് ഒരേ സമയം 3 തമ്പനയിൽസ് അപ്ലോഡ് ചെയ്യാം. അതിൽ ഏറ്റവും നല്ല തമ്പനയിൽ ഏതാണോ, CTR കൂടുതൽ കിട്ടുന്ന തമ്പനയിൽ ഏതാണോ, അത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് യൂട്യൂബിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയ അപ്ഡേറ്റും വരാൻ പോകുന്നുണ്ട്. അപ്പോൾ തമ്പനയിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എത്ര നല്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും CTR നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, ആളുകൾ നമ്മുടെ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു കണ്ടന്റ് കൊണ്ട് പ്രയോജനം ഉണ്ടാകത്തില്ല. അതിനോടൊപ്പം തന്നെ ഈ CTRനോട് ഒപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ് ടോപ്പിക്. ചില കേസുകളിൽ ആളുകൾക്ക് ആ ടോപ്പിക്കാണ് വേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. വീഡിയോകൾ ചെയ്യാൻ ഒരുപാട് സമയം എടുക്കുന്നവർ ഇതുപോലെ തന്നെ വീഡിയോയുടെ തമ്പനയിൽ ചെയ്യാനായിട്ടുള്ള സമയം എടുക്കുക. അതിലൂടെ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ CTR കൂടാനും നിങ്ങളുടെ വീഡിയോയിൽ എൻഗേജ്മെന്റ് കൂടാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്തരം കാര്യങ്ങൾ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. വീഡിയോ കാണാം. ഗുഡ്.